ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 12ാം ക്ലാസ്സിലെ തത്വചിന്താവൽക്കരണം എന്ന 1ാം പാഠത്തിലാണ് നിൽക്കുന്നത്. അതിൽ ആമുഖം കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയങ്ങൾ: തത്വചിന്തയിൽ ഏർപ്പെടൽ, തത്വചിന്ത, ആശയങ്ങളുടെ സവിശേഷതകൾ, തത്വചിന്ത പഠനം എന്താണ്, അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ തത്വചിന്താവൽക്കരണം എന്ന ഈ അധ്യായത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം തത്വചിന്തയിൽ ഏർപ്പെടൽ, രണ്ടാമത്തെ ഭാഗം തത്വചിന്തയിലാവാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കാണ്. നമുക്ക് തത്വചിന്തയിൽ ഏർപ്പെടൽ എന്താണെന്ന് നോക്കാം. തത്വചിന്തയിൽ ഏർപ്പെടുന്നത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്. താത്വിക പ്രശ്നങ്ങളും ചർച്ചകളും അന്തർലീനമായിരിക്കുന്ന ആശയങ്ങൾ തിരിച്ചറിയുന്നതാണ് തത്വചിന്തയിൽ ഏർപ്പെടുന്ന ആദ്യപടി. താത്വികമായിട്ടുള്ള പ്രശ്നങ്ങളിലും ചർച്ചകളിലും അന്തർലീനമായിട്ട് ഏർപ്പെടുക. അപ്പോൾ തത്വചിന്തയിൽ ഏർപ്പെടാം. തത്വചിന്തയിൽ ഒരുവൻ പ്രശ്നങ്ങൾ ഉന്നയിക്കണം. ഒരു താത്വിക അന്വേഷണത്തിൽ ഉന്നയിക്കപ്പെടുന്ന യുക്തമായ പ്രശ്നങ്ങളായിരിക്കും അതിന് മുന്നോട്ട് നയിക്കുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായിരിക്കുന്ന സോക്രട്ടീസ് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കുന്ന നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ്. പ്രശ്നം ഉന്നയിക്കുന്ന വ്യക്തിയോട് അദ്ദേഹം തിരിച്ച് പ്രശ്നങ്ങൾ ഉന്നയിച്ച് സ്വയം ഉത്തരം കണ്ടെത്താൻ അവരെ സഹായിക്കുമായിരുന്നു. താത്വിക മാനമുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവയ്ക്ക് അതെ എന്നോ അല്ല എന്നോ ഉത്തരമുണ്ടായേക്കാം. എന്നിരുന്നാലും അവയുടെ ഉത്തരങ്ങൾ ചർച്ചാ പ്രക്രിയയോട് സജീവമാകും. സമ്പത്തിനതീതമായ വിതരണ വ്യത്യാസം അനീതിയാണോ? അങ്ങനെയാണെങ്കിൽ വ്യക്തിക്ക് കൈവശം വെച്ച് അനുഭവിക്കാവുന്ന സമ്പത്തിൻ്റെ പരിധി സംബന്ധിക്കുന്ന നിയമങ്ങൾ അനിവാര്യമാണ്. ഞാൻ ആരെയൊക്കെ ബഹുമാനിക്കണം? എന്തുകൊണ്ട്? ജനാധിപത്യ ഭരണകൂടമാണോ എല്ലായ്പ്പോഴും നല്ലത്? സഹിഷ്ണുത ഒരു മൂല്യമാണോ? കൃഷിക്ക് കീടനാശിനി അനിവാര്യമാണോ? എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഞാൻ ഉത്തരവാദിയാണോ? എന്നെ ഞാനാക്കുന്നതെന്ത്? സമാനമായ പ്രശ്നങ്ങൾ കൂടിച്ചേർക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നം തിരഞ്ഞെടുത്ത് അതിൽ താത്വികമായ ആശയം കണ്ടെത്തുക. തത്വചിന്തയിലേർപ്പെടാൻ നമുക്ക് ചെറുസംഘങ്ങൾ രൂപീകരിക്കാം. അങ്ങനെ അതിന് തത്വചിന്തയിലേർപ്പെടാൻ പറഞ്ഞേക്കണം. ഒരു ഉദാഹരണം കൊടുത്തേക്കാണ്. ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അപ്പോൾ ഗുരു പറയുന്നത്, നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യം, ആഗ്രഹം എന്നിവ കൊണ്ട് നീ അർത്ഥമാക്കുന്ന എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം. എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇച്ഛയാണ് ആഗ്രഹം. ശരി, അപ്പോൾ നിൻ്റെ സ്വാതന്ത്ര്യവും നിൻ്റെ ആഗ്രഹവും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും ആഗ്രഹത്തെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പ്രശ്നം. നീ സ്വതന്ത്രനായിരിക്കുന്നത് പോലെ മറ്റൊരു സ്വതന്ത്രനാണ്. നിനക്ക് ആഗ്രഹമുള്ളതുപോലെ മറ്റുള്ളവർക്ക് ആഗ്രഹമുണ്ട്, ശരിയല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ പറയൂ, നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടോ? ശിഷ്യൻ: ഗുരു, മറ്റുള്ളവരെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഇനി അടുത്തത്, എന്നെ ഞാനാക്കുന്ന എന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഏർപ്പെടാം. തോമസ് ഹോബ്സ് എന്ന ബ്രിട്ടീഷ് ചിന്തകനാണ് തെസേവൂസിൻ്റെ കപ്പലിനെ ചിത്രീകരിച്ചുകൊണ്ട് തത്വചിന്തയിൽ ഏർപ്പെടാനുള്ള പരീക്ഷണം നടത്തിയത്. തോമസ് ഹോബ്സിൻ്റെ അദ്ദേഹം തെസേവൂസിൻ്റെ കപ്പലിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിൽ റോമൻ തത്വചിന്തകനായ പ്ലൂട്ടാർക്കിൻ്റെ കഥയിൽ നിന്നാണ് അദ്ദേഹം ഈ ഉദാഹരണം എടുത്തത്. ഗ്രീക്ക് ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് തെസേവൂസ് എന്ന് പറയുന്നത്. തെസേവൂസ് തൻ്റെ സ്വന്തം കപ്പൽ വർഷങ്ങളോളം ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. സുദീർഘവും അപകടകരവുമായ ഈ കപ്പൽ യാത്രയിൽ തൻ്റെ കപ്പലിന് ഒട്ടനവധി അഴിച്ചുപണികൾ വേണ്ടി വന്നു. കപ്പലിൻ്റെ ഓരോ ഭാഗവും ഇത്തരത്തിൽ മാറ്റി വെക്കേണ്ടി വന്നു. അയാൾ മടങ്ങിയെത്തിയപ്പോൾ ഒരു പുതിയ കപ്പലുമായാണ് കരയിൽ നിന്നവർ കരുതിയത്. തെസേവൂസ് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം കൊണ്ടുപോയ അതേ കപ്പലോ അതോ മറ്റൊരെണ്ണമോ? മറ്റൊരെണ്ണമായിരുന്നെങ്കിൽ ആ കപ്പൽ ഏത് ഘട്ടത്തിലാണ് അപ്രകാരമായി ചെയ്തത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ബിനോയുടെ കൈ മനുവിന് വേണ്ടി എഴുതുന്നു. അപ്പോൾ ഇത്രയും ഒരു പത്രവാർത്തയാണ് കൊടുത്തേക്കണം. അപ്പോൾ ബൈക്ക് അപകടത്തിൽ കൊല്ലപ്പെട്ട ബിനോയുടെ കൈകളാണ് റെയിൽ അപകടത്തിൽ ഇരു കൈകളും നഷ്ടമായ മനുവിന് കൈമാറ്റിക ശസ്ത്രക്രിയ ഉപകരിച്ചത്. ഇരുവരുടെയും രക്തക്കുത്തുകൾ തമ്മിൽ ചേർച്ചയുണ്ടായിരുന്നു. ജനുവരി 13 വൈദ്യശാസ്ത്ര നാഴികക്കല്ലായ ഈ ശസ്ത്രക്രിയ 16 മണിക്കൂറെടുത്ത് പൂർത്തിയാക്കി. അപ്പോൾ ഒരാളുടെ കൈക്ക് പകരം മറ്റൊരാളുടെ കൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ മാറ്റങ്ങൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗാന്ധിജിയുടെ വ്യത്യസ്ത ചിത്രങ്ങൾ നോക്കൂ. ഇവർ വ്യത്യസ്ത വ്യക്തികളാണോ? അല്ല, ഒരേ വ്യക്തികളാണ്. അപ്പോൾ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഓരോ 7 വർഷമോ മറ്റോ കഴിയുമ്പോൾ നമ്മുടെ കോശങ്ങളെല്ലാം പുതുതായി മാറുന്നു. ഓരോ വർഷം കൂടുന്തോറും നാം വ്യത്യസ്ത വ്യക്തികളായി മാറുന്നു എന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വ്യത്യസ്ത കാര്യങ്ങളിൽ നമ്മളെ തനതായി നിർത്തുന്നതാണ് ഓർമ്മ, ചിന്ത. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നെ ഞാനാക്കുന്നത് എന്ന പ്രശ്നത്തെക്കുറിച്ച് വ്യത്യസ്ത കാലദേശങ്ങളിൽ ദാർശനികർ തത്വചിന്തയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആത്മാവ് അഥവാ അഹം എന്നാണ് അവയുടെ ഉത്തരം. ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാന തത്വമാണിത്. തെസേവൂസിൻ്റെ കപ്പലിനെയും ഗാന്ധിജിയുടെ രൂപത്തെയും പോലെ ഭൗതികാവസ്ഥയിൽ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ അഹം ഒരു മാറ്റവുമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാം. താത്വിക ആശയങ്ങളുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. സാമാന്യത, നീതി, സൗന്ദര്യം, അറിവ്, സത്യം, സമയം എന്നിവയിലും അതിലേറെ കേവലമായ അല്ലെങ്കിൽ സാധാരണമായ ആശയങ്ങളാണ്. നമുക്ക് കുറഞ്ഞ പക്ഷം അവയെക്കുറിച്ച് ധാരണയുണ്ടാകും. ആയതിനാൽ കേവലമായ ആശയങ്ങളെക്കുറിച്ച് തത്വചിന്തയിൽ ഏർപ്പെടുമ്പോഴാണ് കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാനും ആയതിൻ്റെ അനുഭവതലത്തിൽ ഉപയോഗിക്കേണ്ടത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യ കേന്ദ്രീകൃതമാണ്. അപ്പോൾ താത്വികാശയങ്ങൾ ഒന്നാമത്തെ സവിശേഷതയാണ് സാമാന്യത. രണ്ടാമത്തെയാണ്
മനുഷ്യ കേന്ദ്രീകൃതം. ദാർശനിക ചിന്താഗതികൾ മനുഷ്യ കേന്ദ്രീകൃതമാണ്. അവ മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായോ നിലനിൽക്കുന്ന അവൻ്റെ പ്രശ്നങ്ങളുമായോ ബന്ധമുള്ളവയാണ്. സംവാദത്തിന് യോഗ്യമായത്. സംവാദത്തിന് സാധ്യതയുള്ള ആശയങ്ങളെ മാത്രമേ താത്വികമാവുകയുള്ളൂ. താത്വിക ആശയങ്ങൾ പരസ്പരം പൂരകങ്ങളോ വിരുദ്ധങ്ങളോ ആവാം. തർക്കങ്ങൾക്കൊരു കേവലമായ പരിഹാരം കണ്ടെത്താൻ കഴിയണമെന്നില്ല. ആയതിനാൽ സങ്കീർണത അംഗീകരിച്ചുകൊണ്ടും സമവായം പ്രതീക്ഷിക്കാതെയും ന്യായവാദം കണ്ടെത്താനാണ് താത്വിക ചർച്ചകൾ അരങ്ങേറുന്നത്. അടുത്ത തത്വചിന്താ പഠനം. അതിൽ തത്വചിന്താ പഠനത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞത് താത്വിക ആശയങ്ങൾ സവിശേഷ സാമാന്യത മനുഷ്യ കേന്ദ്രീകൃതമാണ്, സംവാദത്തിന് യോഗ്യമായതാണ്. തത്വചിന്താ പഠനം എന്ന് പറഞ്ഞാൽ പ്രസ്താവനകളും ന്യായവാദങ്ങളെയും അപഗ്രഥിക്കൽ. അപ്പോൾ അതിൽ ഒരു താത്വിക ലേഖനത്തിലെ ആധേയങ്ങൾ അല്ലെങ്കിൽ പ്രിമൈസസ്, നിഗമനങ്ങൾ മുതലായവ ഉൾപ്പെടുന്ന പ്രസ്താവനകളും ന്യായവാദങ്ങളും ഉണ്ടാവുക. അവയെ സ്ഥാപിക്കാൻ ഒരു തത്വചിന്തകന് അപഗ്രഥന സാമർഥ്യം അനിവാര്യമാണ്. പരിചിതമായ കാഴ്ചപ്പാടുകളും സാഹചര്യങ്ങൾക്കും ബദൽ സങ്കല്പിക്കൽ ഒരു തത്വചിന്തകന് നല്ല ഭാവനശേഷിയേക്കാൾ പ്രാധാന്യം അറിയിക്കുന്നതായി മറ്റൊന്നില്ല. ഒരു സാമാന്യവൽക്കരണം അംഗീകരിക്കേണ്ടി വന്നാൽ അതിന് ബദൽ ചിന്തകൾ സാധ്യമായോ എന്ന് ചിന്തിക്കണം. അപരിചിതമായോ അബദ്ധമോ ആയ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് നേടേണ്ടി വരുന്നെങ്കിൽ അതിലേക്ക് മറ്റൊരാളെ നയിച്ച സാഹചര്യങ്ങൾ ഊഹിക്കാൻ കഴിയണം. വസ്തുതകളെ സ്പഷ്ടമായും വ്യക്തമായും സ്ഥാപിക്കൽ. അസാധാരണവും വിചിത്രവുമായ ആശയങ്ങളെ പരിഗണിക്കേണ്ടി വരുമ്പോൾ ദാർശനികന് ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ചിന്തകൾ പ്രകടിപ്പിക്കേണ്ടി വരും. സാധാരണമായിട്ടുള്ളൊരു കാര്യങ്ങളെ അപേക്ഷിച്ച് അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ചിന്തകൾ ഗഹനമാണെന്ന് തോന്നാമെങ്കിലും വ്യക്തത വരുത്താൻ പ്രയാസമാണ്. അവ്യക്തമായ ചിന്തകൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ചിന്തയിലും ഭാഷത്തിലും വ്യക്തത നിലനിർത്താം. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതകളെ സ്പഷ്ടമായും വ്യക്തമായും സ്ഥാപിക്കണം. അടുത്തതാണ് സർഗാത്മകമായി ചിന്തിക്കാം. തത്വചിന്തയുടെ സിംഹഭാഗവും അപഗ്രഥനവും വിമർശനവുമാണ്. അപഗ്രഥനവും വിമർശനവും വേണം. അതായത് അനാലിസിസ് ചെയ്യുക, അതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുക. സ്വന്തമല്ലെങ്കിൽ അന്യരുടെ ആശയങ്ങളെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ ആവാം അത്. നിലനിൽക്കുന്ന ആശയങ്ങളിൽ നിന്നും മൂല്യങ്ങൾ തുടർച്ചയായ മനനത്തിലൂടെ നവീനമായത് കണ്ടെത്തുകയാണ് ദാർശനിക പാരമ്പര്യത്തിൽ മുഖ്യമായ ധർമ്മങ്ങളിലൊന്ന്. ഇപ്പം ഉണ്ടാകുന്ന ആശയങ്ങളിൽ നിന്ന് തുടർച്ചയായ മനനത്തിലൂടെയും പുതിയത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം. സാമൂഹ്യ ശാസ്ത്രീയമായ എല്ലാ വിഭാഗങ്ങളുടെയും തുടക്കത്തിൽ ആ കാലഘട്ടത്തിൽ ആശയങ്ങളുടെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യാനും ശ്രേഷ്ഠമായി നിർദ്ദേശിക്കാനും ഒരു തത്വചിന്തകനുണ്ടാകും. യുക്തിസഹമായി സമീപിക്കാൻ. ഇനി ദാർശനിക ആശയങ്ങൾ പൊതുവിൽ ആത്മനിഷ്ഠ സ്വഭാവമുള്ളവയാണ്. അവ പലപ്പോഴും ദാർശനികരുടെ അഭിപ്രായങ്ങളാവാം. ആയതിനാൽ വ്യത്യസ്ത തത്വചിന്തകളെ യുക്തിസഹമായി സമീപിക്കുന്ന അഭികാമ്യം. ചുറ്റുപാടും സ്വഭാവവും ചിന്തകരെ സ്വാധീനിക്കാമെന്നുള്ളതിനാൽ അവരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ശരിയാണെന്നില്ല. അതുകൊണ്ട് അവ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രം അംഗീകരിക്കാൻ പാടുള്ളൂ. ഏതൊരു ദാർശനിക ചിന്തയെയും വിലയിരുത്താൻ യുക്തി ഉപയോഗിക്കണം. എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു യുക്തിപരമായിട്ടുള്ള സൈഡ് നമ്മൾ ആലോചിക്കുന്നത് യുക്തിപരമായി സമീപിക്കുക എന്ന് പറയുന്നത്. എന്നാൽ യുക്തിപരമായി സമീപിക്കുക, സർഗാത്മകമായി അത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, വസ്തുതകളെ സ്പഷ്ടമായി വ്യക്തമായി സ്ഥാപിക്കുക, പരിചിതമായ കാഴ്ചപ്പാടും സാധ്യത ബദൽ സങ്കല്പിക്കുക, പ്രസ്താവന ന്യായവാദങ്ങളെ അപഗ്രഥിക്കുക. തത്വചിന്താ പഠനത്തിൻ്റെ കഴിവ്. ഈ തത്വചിന്താ പഠനത്തിന് ആവശ്യമായ കഴിവുകളാണിത്. തത്വചിന്താ പഠനത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? തത്വചിന്താ പഠനത്തിൻ്റെ പ്രാരംഭ ദശയിലുള്ള വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രഥമ പ്രശ്നം എവിടെ തുടങ്ങണം എന്നുള്ളതാണ്. വ്യത്യസ്ത മാർഗങ്ങളിലെ പഠന പ്രക്രിയ സാധ്യമാണ്. ഈ മാർഗങ്ങളെയാണ് തത്വചിന്താ പഠനത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അവ ഭൂമിശാസ്ത്രപരം, ചരിത്രപരം, സൈദ്ധാന്തികപരം എന്നിവയാണ്. ഭൂമിശാസ്ത്രപരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അധിവദിക്കുന്ന ചുറ്റുപാടുകൾ തത്വചിന്തയിൽ രൂപപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രമായ സവിശേഷതയുടെ ചിന്തയെ സ്വാധീനിക്കുന്നു. നിങ്ങൾ ഭൗമശാസ്ത്ര പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളിലും ഭൂമിയുടെ സവിശേഷത ഒരുപോലെയാണോ? സമതലം, പീഠഭൂമി, പർവ്വതം, മരുഭൂമി ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മുടെ ജീവിതശൈലിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് സമാനമായ പ്രശ്നങ്ങളും ചിന്തകളും വ്യത്യാസമായിരിക്കും. എല്ലാ തത്വചിന്തകരെയും ഈ പറഞ്ഞ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാദേശിക അടിസ്ഥാന തത്വചിന്തയെ പൗരസ്ത്യ തത്വചിന്ത, പാശ്ചാത്യ തത്വചിന്ത എന്നിങ്ങനെ വിശകലനമായി വർഗീകരിക്കാം. ഭാരതീയ തത്വചിന്ത, ചൈനീസ് തത്വചിന്ത, അറേബ്യൻ അതുപോലെ പ്രമുഖ പൗരസ്ത്യ തത്വചിന്ത ശാഖകൾ പെടുന്നവയാണ്. എന്നാൽ ഗ്രീക്ക് തത്വചിന്ത, യൂറോപ്യൻ തത്വചിന്ത ഇവയൊക്കെ എന്താ പാശ്ചാത്യത്തിൽ. അപ്പോൾ പൗരസ്ത്യവും പാശ്ചാത്യത്തിലും ഏതൊക്കെ പെടുന്നു? പൗരസ്ത്യത്തിലാണ് നമ്മുടെ ഭാരതീയ തത്വചിന്ത, അതുപോലെ ചൈനീസ്, അറേബ്യൻ. പാശ്ചാത്യത്തിലാണ് ഗ്രീക്ക്, അതുപോലെ യൂറോപ്യൻ, അമേരിക്കൻ തത്വചിന്തയൊക്കെ. നമ്മൾ ഭൂമിശാസ്ത്രപരമാണ് പറഞ്ഞത്. ഇനി ചരിത്രപരമായിട്ട് പ്രാചീന മനുഷ്യൻ എന്തൊക്കെ കാലഘട്ടത്തിൽ പരിശ്രമിച്ചു, ഓരോ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ആദ്യ മനുഷ്യൻ്റെ ചിന്ത, അവയ്ക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം അതിന് മാത്രം ഒതുങ്ങി നിന്നുണ്ടായിരുന്നു. പക്ഷേ ഭാഷയുടെയും അഭാവം കാരണം പല കാര്യങ്ങളും മാറി വന്ന കാരണം അതിനനുസരിച്ചൊരു ചിന്താധാരകളും മാറി വന്നു. അപ്പോൾ കാലഘട്ടത്തിൽ തത്വചിന്തയെ വേർതിരിച്ച് പഠനവിധേയമാക്കണം. തത്വചിന്ത കാലഘട്ടങ്ങൾ പ്രധാനമായും പ്രാചീന തത്വചിന്ത, മധ്യകാല, അതായത് ഇപ്പോൾ നമ്മൾ പഴയതും പുതിയതും അതിൻ്റെ ഇടയ്ക്കുള്ളതെന്ന് പറയുന്ന പോലെ പ്രാചീന തത്വചിന്ത, മധ്യകാല തത്വചിന്ത, അതുപോലെ ആധുനിക തത്വചിന്ത എന്നിങ്ങനെ തരംതിരിച്ചത്. പ്രാചീന
തത്വചിന്ത AD 5-ാം നൂറ്റാണ്ട് വരെയുള്ളതാണ്. മധ്യകാലം എന്ന് പറയുമ്പോൾ AD 6-ാം നൂറ്റാണ്ട് മുതൽ AD 16 തൊട്ട് 16 വരെ മധ്യകാലം. ആധുനികം എന്ന് പറയുമ്പോൾ AD 17 തൊട്ട് 19 നൂറ്റാണ്ട്. സമകാലിക തത്വചിന്ത 20-ാം നൂറ്റാണ്ട്. ഉത്തരാധുനികം എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ട്. ഇനി സൈദ്ധാന്തികപരമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന തത്വചിന്തയിൽ സമാനഗതിക്കാരുണ്ടായിരുന്നു. കാലദേശ വ്യത്യാസം പരിഗണിക്കാതെ സമാന ചിന്താഗതികളെ ഒരുമിച്ച് വർഗീകരിച്ച് തത്വചിന്താ പഠനം നടത്താനുള്ള മാനദണ്ഡത്തിനെയാണ് എന്ത് പറയുന്നത്? സൈദ്ധാന്തിക. അപ്പോൾ നമ്മൾ നോക്കാം, നമുക്ക് കാലദേശ വ്യത്യാസം പരിഗണിക്കാണ്ട് സമാന ചിന്തകൾ, സെയിം ആയിട്ടുള്ള ചിന്തകൾ വരുന്ന ഒരാൾക്കാരെ വർഗീകരിച്ചിട്ട് തത്വചിന്താ പഠനം നടത്താനുള്ള ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡത്തിനെയാണ് സൈദ്ധാന്തികപരം എന്ന് പറയുന്നത്. തത്വചിന്താ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള ദർശനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആശയവാദം എന്ന് പറയുന്നുണ്ട്. ആശയവാദത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദാർശനികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റോ, ബർക്കിലി, കാന്റ്, ഹെഗലൊക്കെ ആയിരുന്നു ഐഡിയലിസം അല്ലെങ്കിൽ ആശയവാദം എന്ന് പറയുന്നത്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? യാഥാർത്ഥ്യം ആത്മീയമോ മാനസികമോ മാത്രമാണ്. അറിയുക എന്നാൽ അനുസ്മരിക്കലാണ്. മൂല്യങ്ങൾ പരമമാണ്. നാം തന്നെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മുടെ ആശയവാദക്കാർ പറഞ്ഞത്. അത് പ്ലേറ്റോയും ബർക്കിലിയും കാന്റും ഹെഗലും. പ്ലേറ്റോ, ബർക്കിലി, കാന്റ്, ഹെഗൽ. അവരുടെ സവിശേഷത എന്തായിരുന്നു? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആത്മീയമോ മാനസികമോ ആണ്. അറിയുക എന്ന് പറയുന്നത് ഒരു അനുസ്മരിക്കലാണ്. നമ്മളെ ലോകത്തിനെ നാം തന്നെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത് പറഞ്ഞത്. യാഥാർത്ഥ്യവാദത്തിൻ്റെ ആൾക്കാർ റിയലിസം, അരിസ്റ്റോട്ടിൽ, കാന്റ്, അതുപോലെ തന്നെ സ്പെൻസർ, ലോക്ക്, ഇവരൊക്കെ. അരിസ്റ്റോട്ടിൽ, കാന്റ്, സ്പെൻസർ, ലോക്ക്. അപ്പോൾ യഥാർത്ഥവാദത്തിൽ അരിസ്റ്റോട്ടിൽ, കാന്റിൽ, സ്പെൻസർ, ലോക്ക്. അപ്പോൾ വസ്തുക്കൾ സ്വതന്ത്രമായും യഥാർത്ഥമായും നിലനിൽക്കുന്നു. മൂല്യങ്ങൾ പ്രകൃതിതത്വവും പരവുമാണ്. അപ്പോൾ വസ്തുക്കൾ യഥാർത്ഥം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് റിയലിസം. യാഥാർത്ഥ്യവാദം. അപ്പോൾ അതിൽ മൂല്യങ്ങൾ പ്രകൃതിതത്വവും പരമവുമാണ്. മൂല്യങ്ങളാണ് പ്രകൃതിതത്വമാണ്, അതുപോലെ തന്നെ പരമവുമാണ്. ഈ പ്രകൃതിവാദക്കാർ നമുക്ക് നോക്കാം. അതിൽ റൂസോ, ഹോബ്സ്, സ്പെൻസർ അപ്പോൾ യാഥാർത്ഥ്യവാദത്തിലുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിവാദത്തിലുണ്ട്. പ്രകൃതി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നത്. അപ്പോൾ പ്രകൃതിവാദത്തിൻ്റെ വക്താക്കളായിരുന്നു റൂസോ, ഹോബ്സ്, സ്പെൻസർ. അപ്പോൾ അതിൽ പ്രകൃതി മാത്രമാണ് നിലനിൽക്കുന്നത്, പിന്നെ നാഗരികതയേക്കാളും മേന്മയുള്ളത് പ്രകൃതിക്കാണെന്ന് പറഞ്ഞാണ് പ്രകൃതിവാദം. നാച്ചുറലിസ്റ്റ് പ്രകൃതിയാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. റൂസോ, ഹോബ്സ്, സ്പെൻസർ. ഇനി അനുഭവജ്ഞാനവാദം, അത് എംപിരിസിസം. അനുഭവജ്ഞാനവാദം സ്പെൻസർ, ലോക്ക്, ബർക്കിലി, ഹ്യൂം ഇവരൊക്കെയാണ് അനുഭവജ്ഞാനവാദത്തിൻ്റെ വക്താക്കൾ. ഇന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനവാദം. ഇനി അസ്തിത്വവാദം, എക്സിസ്റ്റൻഷ്യലിസം. അതിൽ കിർക്കോൾ, സാർത്ര, ജാസ്പേഴ്സ് ഇവരൊക്കെയാണ് അസ്തിത്വവാദത്തിൻ്റെ ആൾക്കാർ. വ്യക്തികൾ സ്വന്തം സത്തയെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ പ്രവൃത്തി എന്താണോ അത് നമ്മെ നിർണ്ണയിക്കുന്നു. വ്യക്തികൾ സ്വന്തം സത്തയെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ പ്രവൃത്തി എന്താണോ അതാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്. അതാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. കിർക്കോൾ, സാർത്ര, അതുപോലെ ജാസ്പേഴ്സ് ഇവരൊക്കെയാണ് അസ്തിത്വവാദത്തിൻ്റെ ദാർശനികർ. ഇനി ഭാഷാപഗ്രഥനം, ലാംഗ്വേജ് അനാലിസിസ്, അത് റസ്സൽ, അതുപോലെ മൂർ, വിഗൻസ്റ്റീൽ. അവർ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്നവയാണ് യാഥാർത്ഥ്യം. സത്യം യാഥാർത്ഥ്യത്തോട് അനുരൂപമായിരിക്കുന്നു. ഉപയോഗം അർത്ഥത്തെ നിർണ്ണയിക്കുന്നു. അപ്പോൾ എന്താ പറയുക, പരിശോധനയ്ക്ക് വിധേയമാകാൻ കഴിയുന്നവയാണ് യാഥാർത്ഥ്യം. ഭാഷാപഗ്രഥനം, ലാംഗ്വേജ് അനാലിസിസ്. ഈ സത്താവാദം എന്ന് പറഞ്ഞാൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലാണ് സത്താവാദം. അരിസ്റ്റോട്ടിൽ നമ്മൾ പിന്നെയും കണ്ടു. പ്ലേറ്റോ ആശയവാദവും യാഥാർത്ഥ്യവാദത്തിലാണ് അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സത്താവാദത്തിലുണ്ട്. അതിൽ ഓരോ വസ്തുക്കളുടെയും തനതാകുന്ന സവിശേഷത അവയ്ക്കുണ്ട്. സത്തയാണ് അസ്തിത്വത്തിന് മുന്നേയുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആശയവാദം, യാഥാർത്ഥ്യവാദം, അതുപോലെ പ്രകൃതിവാദം, അനുഭവജ്ഞാനവാദം, അസ്തിത്വവാദം, ഭാഷാപഗ്രഥനം, സത്താവാദം ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിൽ വിവിധ ദർശനങ്ങൾ, ചെറിയ വിവരങ്ങൾ നമുക്ക് വായിക്കാം. അതിൽ കണികാവാദമുണ്ട്. അതിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വളരെ സൂക്ഷ്മവും സ്ഥായിയുമായിട്ട് പദാർത്ഥങ്ങൾ നിർമ്മിതമാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് കണികാവാദം. അതിൽ പാശ്ചാത്യ, അതായത് ഗ്രീക്ക് തത്വത്തിന് കണാദൻ്റെ വൈശേഷിക ചിന്തയും കണികാസിദ്ധാന്തത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണമുണ്ട്. ഇനി അപനിർമ്മാണം, സാഹിത്യ നിരൂപണത്തിന് നിശ്ചിത രീതികൾ നിർദ്ദേശിക്കുന്ന ദർശനമാണ് അപനിർമ്മാണം. ഡീകൺസ്ട്രക്ഷൻ. അപനിർമ്മാണം ചിന്തയ്ക്കും വിശ്വാസത്തിനും അടിസ്ഥാനമാകുന്ന ധാരണകളെയും ആശയങ്ങളെയും മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. പാശ്ചാത്യ താത്വിക പാരമ്പര്യത്തിൻ്റെ അതിഭൗതികവാദത്തെ കണിശമായി വിമർശിക്കുന്നതിനാണത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നത്. വ്യവഹാരങ്ങളും അർത്ഥതലങ്ങളും ഉദ്ഭവിക്കുന്ന വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം പാശ്ചാത്യ താത്വിക പാരമ്പര്യത്തിൻ്റെ അതിഭൗതികവാദത്തെ കണിശമായി വിമർശിക്കുന്നത്. അതായത് ഈ പറഞ്ഞ
അതിഭൗതികവാദത്തിനെ വിമർശിക്കുകയാണ് അപനിർമ്മാണം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വ്യവഹാരങ്ങളും അർത്ഥതലങ്ങളും ഉത്ഭവിക്കുന്നത് വാക്കുകളിലൂടെയാണെന്നാണ് അപനിർമ്മാണം പറയുന്നത്. വാക്കുകളിലൂടെയാണ് കുറേ ബിഹേവിയറൊക്കെ ഉണ്ടാകുന്നത്. ഇനി ദ്വൈതവാദം, മനസ്സും ശരീരവും തികച്ചും വിരുദ്ധമായ ഗുണങ്ങളോട് കൂടിയ പദാർത്ഥങ്ങളെന്ന ചിന്ത അടിസ്ഥാനമായിട്ടുള്ള സിദ്ധാന്തമാണ് ദ്വൈതവാദം, ഡുവലിസം എന്ന് പറയുന്നത്. ചിന്താഗതി ഭൗതികവാദവും പ്രതിഭാസിക തത്വവും ഉൾപ്പെടെ വാദങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. മനസ്സും ശരീരവും ഉൾപ്പെടെ തമ്മിലുള്ള ബന്ധത്തെ ദ്വൈതവാദപരമായി ഇവർ വിശദീകരിക്കുന്നു. ഇനി സ്ത്രീവാദമുണ്ട്. സ്ത്രീകളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ അനുഭവങ്ങളെ സംബന്ധിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, ധാർമ്മിക തത്വചിന്തയുടെ വൈവിധ്യമാർന്ന ശേഖരണത്തെയാണ് സ്ത്രീവാദം, ഫെമിനിസം എന്ന് പറയുന്നത്. ഒരു സാമൂഹിക മുന്നേറ്റം എന്ന നിലയ്ക്ക് ലിംഗനീതി നിഷേധം ഉന്മൂലനം ചെയ്യാനും സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ തത്വചിന്ത പ്രധാനമായിട്ടുള്ളത്. ഇനി ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾ മാത്രമാണ് യഥാർത്ഥം നിലനിൽക്കുന്നത് എന്നുള്ള ദാർശനിക കാഴ്ചപ്പാടാണ് ഭൗതികവാദം. എല്ലാ വസ്തുക്കളുടെയും ഭൗമിക കണങ്ങളാൽ രൂപീകൃതമാണെന്നും എല്ലാ പ്രതിഭാസങ്ങളും ഭൗതിക വ്യവഹാരങ്ങളിൽ പണിത ഫലമാണെന്നും കാഴ്ചപ്പാട്. ഇനി ഏകതത്വവാദം, പ്രപഞ്ചത്തിലെ ഒരേ ഒരു തത്വമോ പദാർത്ഥമോ ശക്തിയോ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന അതിഭൗതികമോ ദൈവശാസ്ത്രപരമോ ആയ ചിന്തയാണ് ഏകതത്വവാദം. അതിൻ്റെ ഏകതത്വവാദം ദ്വന്ദ്വവാദത്തിൽ നിന്ന് ബഹുതത്വവാദത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ പ്രതിഭാസിക തത്വം, സ്ഥലകാലങ്ങൾക്ക് വിധേയമായി പ്രത്യക്ഷ പ്രതിഭാസമോ ഇന്ദ്രിയോദ്ദീപനമോ, നിറം, മൃദുത്വം, കാഠിന്യം, മധുരം തുടങ്ങിയവ അല്ലാതെയുള്ള വസ്തുക്കൾ തനതായ നിലനിൽപ്പില്ല എന്ന വൈജ്ഞാനിക ദർശനമാണ് പ്രതിഭാസിക തത്വം. അതിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രതിഭാസിക തത്വം ഭൗതിക വസ്തുക്കളുടെ ഇന്ദ്രിയാനുഭവങ്ങളുടെ ശേഖരണമായി മാത്രമാണ് കണക്കാക്കുന്നത്. ഇനി ബഹുതത്വവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകതത്വവാദം, ദ്വൈതത്വവാദം എന്നീ തത്വങ്ങൾക്ക് വിപരീതമായി പ്രവചിച്ച വിവിധ തരം പദാർത്ഥങ്ങളും യാഥാർത്ഥ്യമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ബഹുതത്വവാദം. ഇനി ഉത്തരാധുനിക ചിന്ത, പാശ്ചാത്യ തത്വചിന്തയുടെ ഉത്തരാധുനിക നിരൂപണവും അപഗ്രഥനം നടത്തുന്ന ദാർശനിക പ്രസ്ഥാനമാണ് ഉത്തരാധുനിക ചിന്ത. അതിന് ഫ്രെഡറിക് നീഷെ, മാർട്ടിൻ ഹൈഡഗർ, ലുഡ്വിഗ് വിഗസ്റ്റീൻ തുടങ്ങിയ ദാർശനികരെ വളരെയധികം സ്വാധീനിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. ഘടനാവാദം, മാർക്സിസം, സ്ത്രീ സ്വാതന്ത്ര്യവാദം തുടങ്ങിയ തത്വങ്ങളിൽ പിൻകാലത്തുണ്ടായ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളും ഉത്തരാധുനിക ചിന്തയിൽപ്പെടും. വിമർശന തത്വങ്ങളുടെ ഒരു ബൃഹത് സാഹിത്യത്തിന് ഉത്തരാധുനിക പിറവി നൽകിയെന്നാണ് സേവനം പറയാം. ഇനി പ്രായോഗികവാദം, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രാഗ്മാറ്റിസം. 19-ാം നൂറ്റാണ്ട് അവസാനത്തോളം പേർക്ക് രൂപം കൊണ്ട തത്വചിന്തയാണ് പ്രായോഗികവാദം. അർത്ഥവും സത്യവും നിർണ്ണയിക്കാനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ പരിണിതവും ഉപയുക്തവും പ്രവർത്തനക്ഷമവുമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങളായി യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യൻ്റെ ആശയങ്ങളും ബുദ്ധിയുമാണെന്ന കാഴ്ചപ്പാടിൻ്റെ പ്രായോഗിക തലം തള്ളിക്കളഞ്ഞായതിനാൽ പ്രാമാണികവും യുക്തിപരമായ ദർശനങ്ങൾ ഇത് എതിർക്കുകയും ചെയ്യുന്നു. സിദ്ധാന്തങ്ങൾ പ്രസക്തമായ ചുറ്റുപാടുകൾ പൊരുതുമ്പോഴാണ് ഈ പോരാട്ടത്തിൽ സിദ്ധാന്തം വിജയിക്കുന്നത് മാത്രമാണ് ഇതിനെ സത്യമെന്ന് അംഗീകരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പറയുന്നത് നമ്മളുടെ 19-ാം നൂറ്റാണ്ടോടെയാണ് അമേരിക്കയിലാണ് ഈ പ്രാഗ്മാറ്റിസം വന്നത്, പ്രായോഗിക തലവാദം. അപ്പം അതിന് അർത്ഥവും സത്യവും നിർണ്ണയിക്കാനുള്ള പ്രധാന മാനദണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിണിതഫലം, ആഫ്റ്റർ ഇഫക്റ്റും, അതുപോലെ തന്നെ അത് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കതിനെ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നത് റിയലിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ ബുദ്ധി, മനുഷ്യൻ്റെ ആശയങ്ങളും ബുദ്ധിയും കാഴ്ചപ്പാടിനെയും പ്രാഗ്മാറ്റിസം ശരിക്കും പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. ആയതിനാൽ പ്രാമാണികവും യുക്തിവാദപരവുമായ ദർശനത്തെ അത് എതിർക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത് ഉപയുക്തവാദം. അതിൽ പരമാവധി നന്മ കൈവരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രവൃത്തി ധാർമ്മിക മൂല്യമുള്ളതാണെന്ന് നിർണ്ണയിക്കാൻ കഴിയുള്ളൂ എന്ന് സ്ഥാപിക്കുന്ന ധാർമ്മിക തത്വമാണ് ഉപയുക്തവാദം, യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്. പരിണിതഫലത്തിൻ്റെയും അതുപോലെ ക്ഷേമതത്വത്തിൻ്റെയും ഒരു വകഭേദമാണ് ഈ ഒരു സിദ്ധാന്തം. ഈ തത്വശാസ്ത്രത്തിൻ്റെ ഉപയോഗമാണ് പറയുന്നത്. തത്വശാസ്ത്രം നമ്മൾ പലതരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്ത, മനുഷ്യൻ്റെ ചിന്ത, അതുപോലെ അന്തർലീനമായിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ്. ഇത് സഹജമായ ശക്തിയെ വളർത്തുന്നു. അതുപോലെ തത്വചിന്ത പഠനത്തിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കും, ആശയങ്ങളെ യുക്തിസഭമായിട്ടും അതുപോലെ അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും വിനിമയം ചെയ്യാനും കഴിയും. വിവിധ ദർശനങ്ങളെക്കുറിച്ചുള്ള ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തത്വചിന്ത പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്.